അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, 2024-25 അധ്യയന വർഷത്തിലെ ആദ്യ ക്വാർട്ടർ പൂർത്തീകരിച്ച് അതിൻ്റെ അസസ്മെന്റും പൂർത്തിയാക്കി രണ്ടാമത്തെ ക്വാർട്ടറിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ രക്ഷിതാക്കളായ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുമായിട്ട് വീഡിയോയിലൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംവദിച്ചിരുന്നു. അൽഹംദുലില്ലാഹ്, വളരെ വളരെ സന്തോഷം. നല്ല രൂപത്തിൽ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ അറിയിച്ചു. അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥിയുടെ പഠനത്തിൽ അധ്യാപകരെന്ന രീതിയിൽ ഞങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രചോദകങ്ങളാണ് അതെല്ലാം. ഓരോ സന്ദർഭത്തിലും ഒന്നോ രണ്ടോ വാക്കുകളാണെങ്കിൽ പോലും നിങ്ങൾ നൽകുന്ന അംഗീകാരങ്ങൾ, നന്മയുള്ള വാക്കുകൾ, അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. തുടർന്നും അത് പ്രതീക്ഷിക്കുകയാണ്. നിലവിൽ വീണ്ടും ഞാൻ വീഡിയോയിലൂടെ തന്നെ വരാൻ കാരണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയം വളരെ പ്രധാനപ്പെട്ടതും ഒരു വലിയ മാസ് രക്ഷാകർത്തൃ മീറ്റിംഗ് നിലവിൽ വിളിക്കാൻ നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ നിങ്ങളോട് സംവദിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സമയത്തും ഞാനുമായിട്ടും നമ്മുടെ സ്ഥാപനത്തിലെ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ആളുകളുമായിട്ട് ഏത് സമയത്തും വിളിക്കാം, സംവദിക്കാം. അതിന് പ്രയാസങ്ങൾ ഇല്ലതാനും. ഇൻഷാ അല്ലാഹ് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ഞാൻ വലിച്ചു നീട്ടി ഒരു വലിയ വീഡിയോ ആക്കുന്നില്ല. പ്രധാനമായിട്ടും നമ്മുടെ സെക്കൻഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, കുട്ടികളുടെ കോ കരിക്കുലർ സ്കില്ലിലാണ് അഥവാ പ്രോഗ്രാമുകളിലാണ് ശ്രദ്ധയുണ്ടാവുക. അത് എന്ന് കരുതി അക്കാഡമിക് ഭാഗങ്ങൾ തീരെ ഉണ്ടാവില്ല എന്നല്ല അർത്ഥം. ആദ്യ ക്വാർട്ടറിൽ നിന്നും വിഭിന്നമായി കുറച്ചുകൂടെ കോകരിക്കുലർ ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ കുട്ടികളെ ഫോക്കസ് ചെയ്യിപ്പിക്കുന്ന, പങ്കെടുപ്പിക്കുന്ന ഒരു ക്വാർട്ടറാണിത്. അതില് ഇപ്പോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ആദ്യം നമ്മൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇന്നും നാളെയുമായിട്ട് നടക്കുന്നത് കുട്ടികളുടെ ശാസ്ത്രോത്സവമാണ്. അതിന്റെ പരിപൂർണ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് പങ്കുവച്ചിട്ടുണ്ട്. ഇന്നോക്വസ്റ്റ് എന്ന പേരിൽ 2024 എന്ന പേരിലാണ് നമ്മുടെ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിന്റെ വർക്ക് എക്സ്പീരിയൻസ് ക്യാമ്പ് പ്രോഗ്രാമുകൾ നടക്കുകയാണ്. നാളെ ഇന്ന് കുട്ടികൾ ഉണ്ടാക്കിയതും അതുപോലെ തന്നെ നാളെ സുസിദ്ധമായിട്ട് അവരുടെ ക്രിയേറ്റിവിറ്റി ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ഇന്നോവേഷനൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർ കൊണ്ടുവരുന്ന സാധനങ്ങളെ എക്സിബിറ്റ് ചെയ്യാനുമുള്ള അവസരമാണ്. ആദ്യം ഞാൻ അതുമായിട്ട് സംസാരിക്കാം, പിന്നീട് മറ്റുള്ള വിഷയത്തിലേക്ക് വരാം. സൂചിപ്പിക്കുന്നത്, നാളത്തെ ദിവസം തീർച്ചയായിട്ടും ഈ ശാസ്ത്രോത്സവത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു മാനുവൽ ഉണ്ട്. ആ മാനുവൽ ഒരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിലവിൽ റീസെന്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് പുതിയ പരിഷ്കരിച്ച മാനുവൽ പ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്നലെ വീണ്ടും തിരുത്തി വന്നിരിക്കുകയാണ്. ഈ വർഷം ഒരിക്കലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല, അടുത്ത വർഷമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും തിരുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട് നമ്മുടെ പ്രോഗ്രാമുകൾ. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പറഞ്ഞു വന്നത്, നാളെ നടക്കുന്നത് തീർത്തും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് മാനുവൽ പ്രകാരം കുട്ടികളുടെ ഒരു മത്സരത്തിന് കുട്ടികളെ പ്രിപ്പയർ ആവുകയും എന്ന രൂപത്തിലാണ് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ നാളത്തെ പ്രോഗ്രാം രാവിലത്തെ സമയം വിദ്യാർത്ഥികൾക്ക് സെറ്റ് ചെയ്യാനും പിന്നീട് ഉച്ചയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനും പ്രസന്റേഷൻ ചെയ്യാനും ഒക്കെയുള്ള അവസരമാണ് എന്ന് ഞാൻ ആമുഖമായിട്ട് സൂചിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ ഈ ഒരു ശാസ്ത്രോത്സവം പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് കാണാനുള്ള അവസരം ഒരുക്കിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ആകെത്തുക എന്ന് സൂചിപ്പിക്കുകയാണ്. എന്നാൽ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ കാണാനും അത് ആസ്വദിക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെ അതിയായ ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ആഗ്രഹം നമ്മൾ മറ്റൊരു സമയത്ത് സാഹചര്യങ്ങൾ
അനു അനുകൂലമാണെങ്കിൽ നമ്മളത് ചെയ്യും, അതിനുള്ള സൗകര്യം ഒരുക്കും, അതിന് കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഞാനിത് പറയുമ്പോൾ നമ്മുടെ സിറ്റുവേഷൻ ചിലപ്പോൾ സമയം നേരത്തെ നമ്മൾ കണ്ടതുപോലെയൊക്കെ അക്കാഡമിക് സമയങ്ങളിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മാറ്റി വെക്കേണ്ടൊക്കെ വരും. അപ്പൊ ആ സമയത്ത് നമ്മൾ സഹകരിക്കുക. ഏതായാലും നിലവിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു സാഹചര്യം നിങ്ങൾക്ക് ഒരുക്കണം എന്ന് തന്നെ അതിയായ ആഗ്രഹിക്കുന്നു. അഥവാ നമ്മുടെ സ്ഥാപനത്തിന്റെ 30ാം വാർഷികം കഴിഞ്ഞ റബീഉൽ അവ്വൽ പരിപാടിയിൽ അനൗൺസ് ചെയ്ത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, പങ്കെടുത്ത ആളുകൾക്കൊക്കെ അറിയാം. ഇതിനോടനുബന്ധിയായിട്ട് നമ്മുടെ കുട്ടികളുടെ കൃത്യമായിട്ടുള്ള കഴിവുകൾ നിങ്ങൾക്ക് അവർക്ക് വീണ്ടും ഒരു ലിമിറ്റ്ലെസ് ആയിട്ട് ഇപ്പൊ നിലവിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു സർക്കുലറിന്റെ അടിസ്ഥാനത്തിലാണ്, ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ഒരു ക്രൈറ്റീരിയയോ അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻസോ ഇല്ലാതെ കാര്യങ്ങൾ എക്സിബിറ്റ് ചെയ്യാനൊക്കെ അവസരങ്ങൾ ഒരുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് ആ വിഷയങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക. എത്രമാത്രം അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ്. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് സംവദിക്കാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മുടെ നിലവിൽ കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ച വിഷയമാണ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. എന്തിനാണ്, ഏതിനാണ്, അതിന്റെ ഒബ്ജക്റ്റീവ് ഒക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങളുമായിട്ട് സംവദിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് അതിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ് ഉദ്ഘാടന പരിപാടിയും കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ കുട്ടികൾ അതിനകത്തേക്ക് ഉൾക്കൊള്ളിക്കാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അതിന്റെ കോർഡിനേറ്റേഴ്സിനെ നമ്മൾ തെരഞ്ഞെടുക്കുകയും അവരും അതുപോലെ തന്നെ ക്ലാസ് ടീച്ചേഴ്സ് നിങ്ങളുമായിട്ട് സംബന്ധിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത ശനിയാഴ്ച അതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുമെന്ന് സൂചിപ്പിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം നമ്മൾ സ്കൂളിൽ ആദ്യമായിട്ട് നേരത്തെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് എന്താ പറയുക പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി കാര്യങ്ങൾ തിരുത്തലുകൾ വരുത്തി മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇതൊരു അഡീഷണൽ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ചില പരിമിതികൾ നമുക്കുണ്ട് സമയത്തിന്റെ ഒക്കെ. അപ്പൊ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവും. എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ നമ്മുടെ സ്ഥാപന മാനേജ്മെന്റ് അതുപോലെ തന്നെ അധികാരികളുമായിട്ട് കീപ്പ് ചെയ്യണമെന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇനി രണ്ടാമതായിട്ടുള്ള ഉള്ളതും അതുപോലെ തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടെ നിങ്ങളോട് പങ്കുവെക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ അസസ്മെന്റ് ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഇവാലുവേഷനും കുട്ടികൾക്ക് പേപ്പേഴ്സ് ഹാൻഡ് ഓവർ ചെയ്യുന്ന നടപടിക്രമങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കി ഒരുപക്ഷെ നിങ്ങളിലേക്ക് പേപ്പേഴ്സ് ആൻസർ ഷീറ്റുകൾ എത്തിയിട്ടുണ്ടാവും. അത് സൈൻ ചെയ്ത് നിങ്ങൾ തിരികെ ഏൽപ്പിച്ചിട്ടും ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അതിനോടനുബന്ധിയായിട്ടുള്ള CPTA വളരെ വൈകാതെ തന്നെ നടക്കും. പ്രിയപ്പെട്ട സദറുസ്താദ് നിങ്ങളോട് നമ്മുടെ മദ്രസയുടെ എക്സാം കൂടെ നടക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട സദറുസ്താദ് നിങ്ങളോട് സംവദിക്കും. മദ്രസയുടെ എക്സാം കൂടെ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് 2 മാർക്സും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു വലിയ വിപുലമായ CPTA നിങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഒരുക്കുമെന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. CPTA എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥിയുടെ അക്കാഡമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പലപ്പോഴും പല സ്ഥാപനങ്ങളിലും, ഇവിടെ ഞാൻ പുതിയ ആളായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ എനിക്കില്ല. എന്നിരുന്നാലും ഞാൻ മനസ്സിലാക്കുന്നു, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ കുട്ടിയുടെ അക്കാഡമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു CPTAക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏത് സമയത്തും ടീച്ചേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഇവിടെ ഓഫീസിൽ വിളിച്ച് ടീച്ചേഴ്സിന്റെ ഒഴിവ് സമയത്ത് അഥവാ അവര് മറ്റു ക്ലാസ്സുകളിൽ അല്ലാത്ത സമയത്തേക്ക് സമയവും ദിവസവും ഒക്കെ മനസ്സിലാക്കി അപ്പോയിന്റ്മെന്റ് എടുക്കുകയും നിങ്ങൾക്ക് വളരെ വിശാലമായ അർത്ഥത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള അവസരമുണ്ട്. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഒരു CPTAക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നേ ദിവസം മുഴുവൻ രക്ഷിതാക്കളും ആ കുട്ടിയുടെ പ്രോഗ്രസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിൽ ഓരോ ടീച്ചേഴ്സിനോടും മീറ്റപ്പ് നടത്താനോ കാര്യങ്ങളോ സാധിക്കുകയില്ല. ആയതുകൊണ്ട് തന്നെ ഞാൻ കഴിയില്ല എന്ന് പറഞ്ഞത് സിറ്റുവേഷൻ നമ്മൾ അനുവദിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ള സമയങ്ങളിൽ നമുക്ക് ഒഴിവുള്ള സമയം ടീച്ചേഴ്സിന്റെ ഒഴിവൊക്കെ മനസ്സിലാക്കി ഇവിടെ ഓഫീസിൽ വരികയും ടീച്ചേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കൃത്യമായ ഒരു ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന നമ്മുടെ കുട്ടികളുടെ പഠന പുരോഗതിക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതിന് കൃത്യമായിട്ട് ഉൾക്കൊള്ളുകയും അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്, അങ്ങനെ തന്നെ അത് ചെയ്യുമെന്ന് സൂചിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ CPTA ഇൻഷാ അല്ലാഹ് മദ്രസ പരീക്ഷയ്ക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ സദറുസ്താദ് നിങ്ങളോട് സംവദിക്കും. പിന്നീടുള്ളത് മദ്രസ എക്സാം ഞാൻ പറഞ്ഞു, സദറുസ്താദ് വളരെ കൃത്യമായിട്ട് നിങ്ങളോട് സംവദിക്കും. നമ്മുടെ കുട്ടികളുടെ
അക്കാഡമിക് സ്കൂൾ വിദ്യാഭ്യാസം പോലെ തന്നെ വളരെ വളരെ പ്രാധാന്യത്തോടുകൂടെ കാണേണ്ട ഒന്നാണ് നമ്മുടെ മദ്രസ വിദ്യാഭ്യാസവും. അത് നിലവിൽ നമ്മൾ ഇതുവരെ കണ്ടുപോരുന്നുണ്ട്. ആ കാണുന്നത് അതേ രൂപത്തിൽ തുടരുകയും അതിനു വേണ്ട കുട്ടികൾക്ക് എൻകറേജ്മെന്റ്, മോട്ടിവേഷൻ, റിവിഷന്, കുട്ടികളെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉൾപ്രേരകങ്ങളെല്ലാം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ അത്രമാത്രം പറഞ്ഞു വെക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ വളരെ ബോധ്യമുള്ളവരാണ്, ബോധ്യതയോടുകൂടെ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഓർമ്മിപ്പിക്കൽ മാത്രം മതി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇൻഷാ അല്ലാഹ്. പിന്നീടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ടാമത്തെ ക്വാർട്ടറാണ്. നമ്മുടെ നബിദിന പ്രോഗ്രാമുകളും അതുപോലെ തന്നെ ആർട്സ് ഇവന്റുകളൊക്കെ നടക്കാനിരിക്കുന്നുണ്ട്. ആ ആർട്സ് ഇവന്റുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വരും ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടികളെ പരമാവധി ഇത്തരം പ്രോഗ്രാമുകൾക്ക് വേണ്ടി ആർട്സ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും നബിദിന പ്രോഗ്രാമുകളാണെങ്കിലും ഒക്കെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രേരണകൾ നൽകണം. കാരണം ഒരു കുട്ടി അവരുടെ അക്കാഡമിക്കലി പഠിച്ചു വരുന്ന സ്കില്ല് നാലാളുകളോട് ഇടപെടാനും സംവദിക്കാനും സ്റ്റേജ് ഫിയർ ഇല്ലാതെ സംസാരിക്കാനും ഒക്കെ പഠിക്കുന്നതും അത് ജീവിതത്തിൽ വിജയിക്കുന്നതിന് വലിയ കാരണങ്ങളായിട്ട് മാറുകയും ചെയ്യുമെന്ന് മാത്രം ഉൾക്കൊള്ളുക. ആയതുകൊണ്ട് തന്നെ ഇത്തരം അവസരങ്ങൾ നല്ല രൂപത്തിൽ വിനിയോഗിക്കുകയും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സാധന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് സൂചിപ്പിക്കുന്നു ഇൻഷാ അല്ലാഹ്. പിന്നീട് അവസാനമായിട്ട് വളരെ പ്രാധാന്യത്തോടു കൂടി ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ അക്കാഡമിക് പ്രോഗ്രാമുകൾ അഥവാ കുട്ടികളുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കാര്യങ്ങൾക്കിടയിൽ മുങ്ങിപ്പോകാൻ പാടില്ല. അഥവാ കുട്ടികൾ വീടുകളിൽ നിന്ന് വായിക്കുന്നുണ്ട് എന്നും അതുപോലെ തന്നെ കുട്ടികൾ എഴുതുന്നുണ്ട് എന്നുള്ളതും കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തണം. കാരണം ഇവിടെ നിന്ന് രക്ഷിതാക്കൾ ടീച്ചേഴ്സ് നിർദ്ദേശങ്ങൾ നൽകി, പ്രത്യേകിച്ച് മുതിർന്ന കുട്ടികളുടെ ക്ലാസ്സുകളിലൊക്കെ നിർദ്ദേശങ്ങൾ നൽകുകയും ആ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് കുട്ടികൾക്ക് നൽകുകയും കുട്ടികളോട് ഇത് ഇന്ററാക്ട് ചെയ്ത് കുട്ടികളുടെ പുസ്തകങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എന്ത് ചെയ്യണം, പുസ്തകങ്ങൾ മറച്ചു നോക്കി കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്, കൃത്യമായിട്ട് കുട്ടി എഴുതുന്നുണ്ട്, വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്നുള്ളത് ടീച്ചേഴ്സിനോടും അവരെ വിളിച്ച്, ടീച്ചേഴ്സ് നമ്മളെ വിളിക്കുന്നതിനപ്പുറത്തേക്ക് അവരുമായിട്ട് നമ്മുടെ കുട്ടികളുടെ വിഷയത്തിൽ നമുക്ക് ഏറെ ശ്രദ്ധ ഉണ്ടാവണം. അപ്പോൾ ടീച്ചേഴ്സിനോട് ഇന്ററാക്ട് ചെയ്ത് അക്കാഡമിക് വിഷയങ്ങളും ഇതിന്റെ ഈ എന്താ പറയുക ഈ അലയൊലികൾക്കിടയിൽ അഥവാ ആർട്സിന്റെയും സ്പോർട്സിന്റെയും നബിദിന പ്രോഗ്രാമുകളുടെയും അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾക്കിടയിലും അതിൽ നിന്ന് ഒരിക്കലും പിറകോട്ട് പോകാൻ പാടില്ല. അപ്പോൾ ആ വിഷയത്തിലും കൂടെ ശ്രദ്ധിക്കണമെന്ന് വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ തത്വത്തിൽ നമ്മുടെ കുട്ടികളുടെ ഒരു ഓവറോൾ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ് നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റും ഈ കാര്യങ്ങളൊക്കെ. അപ്പം ഒന്നൊന്നിനോട് നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കിണഞ്ഞു പിണഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ ആ കിണഞ്ഞു പിണഞ്ഞ് കിടക്കുന്ന എന്താ പറയാ വിഷയങ്ങളെ നമ്മൾ സമയം അതിനുവേണ്ടി സ്കെഡ്യൂൾ ചെയ്ത് നമ്മുടെ കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണം എന്ന് സൂചിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും സാഹചര്യത്തിൽ ഒരു കുട്ടിയുടെ അക്കാദമിക് നിലവാരങ്ങളിൽ ബാക്കോട്ട് വരുന്നു എന്നുള്ള ഫീലിങ്സോ കുട്ടികൾ പഠിക്കാത്ത സിറ്റുവേഷൻസോ അല്ലെങ്കിൽ എഴുതാത്തതോ വായിക്കാത്തതുമായിട്ടുള്ള സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ കുട്ടികൾക്ക് മനസ്സിലാവാത്ത വിഷയങ്ങൾ, ഉൾക്കൊള്ളാൻ കഴിയാത്ത വിഷയങ്ങൾ നമ്മൾ എന്താഗ്രഹിച്ചാണോ ഇസ്സത്ത് നോളജ് ക്യാമ്പസിലേക്ക് ഒരു കുട്ടിയെ പറഞ്ഞു വെച്ചത് ആ ഒരു ലക്ഷ്യപൂർത്തീകരണത്തോട് ജെന്യുവിനായിട്ട് കുട്ടി പ്രതികരിക്കുന്നില്ലെങ്കിൽ, കുട്ടിയിൽ കാണുന്നില്ലെങ്കിൽ അത് അധ്യാപകരോട് സംവദിക്കണം, ഞാനുമായിട്ട് സംവദിക്കണം, ഇവിടെയുള്ള അതോറിറ്റിയുമായിട്ട് സംവദിച്ച് അതിന്റെ വിടവുകൾ സമയാസമയങ്ങളിൽ നികത്താൻ നമ്മളൊരു പ്രതിജ്ഞ എടുക്കണം. അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ സ്കില്ലിന്റെയും അതുപോലെ തന്നെ ഒരു മത്സരങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ഏറ്റവും കഴിവുള്ള ആളുകളെയാണ് അംഗീകരിക്കപ്പെടുകയും വിജയ സാധ്യതകളും ഉള്ളൂ. അപ്പൊ ആ സിറ്റുവേഷൻസിനെ മനസ്സിലാക്കി കാര്യങ്ങൾ ഇടപെടാൻ നമുക്ക് കഴിയണമെന്ന് മാത്രം വളരെ സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തി അതിനുവേണ്ടി എല്ലാവിധ സഹായ സന്നദ്ധതയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട സദർ ഉസ്താദ് നിങ്ങളോട് മദ്രസയുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംവദിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കൂടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെയും നമ്മുടെ സ്ഥാപനത്തെയും എല്ലാവരെയും ചേർത്തു പിടിക്കാൻ നമുക്ക് കഴിയണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ച് നിങ്ങളുടെയൊക്കെ സഹായ സഹകരണം എല്ലായ്പ്പോഴും ഉണ്ടാവണം എന്ന് ആവർത്തിച്ച് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രിയപ്പെട്ട സദർ ഉസ്താദിനെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഇസ്സത്ത് നോളജ് ക്യാമ്പസിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ,
ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ, ഇപ്പോ ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്, നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ മദ്രസ പരീക്ഷ ഹാഫ് ഇയർ എക്സാം ആരംഭിക്കാനായിട്ടുണ്ട്. അതായത് ഒക്ടോബർ 1 മുതൽ നമ്മുടെ കുട്ടികളുടെ എക്സാം ആരംഭിക്കുകയാണ്. പ്രത്യേകിച്ച് രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമ്മൾ നബിദിനവുമായി ബന്ധപ്പെട്ട നല്ല തിരക്കുകളിലായിരിക്കും നമ്മുടെ കുട്ടികളും നമ്മളൊക്കെ ഉള്ളത്. പരീക്ഷയുടെ കാര്യം നമ്മൾ ആരും മറക്കാൻ പാടില്ല, മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്ക് നേരത്തെ തന്നെ ടൈം ടേബിളൊക്കെ നൽകിയിട്ടുണ്ട്. പറയപ്പെട്ട ക്ലാസ്സുകളിൽ എടുത്തിട്ടുള്ള ഭാഗങ്ങൾ വീടുകളിൽ നിന്നും മറ്റുമൊക്കെ ആയിട്ട് കുട്ടികളെ ശരിക്ക് പഠിപ്പിക്കാനുള്ള ഭാഗങ്ങൾ, പഠിക്കാനുള്ള ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾ അതൊക്കെ ഒന്ന് ചോദിച്ച് വീട്ടിൽ നിന്ന് കൂടുതൽ പഠിക്കാനുള്ള സമയം കണ്ടെത്തി കുട്ടികളോട് പഠിക്കാൻ ആവശ്യപ്പെടുകയും പറ്റുന്ന സമയങ്ങളിലൊക്കെ കുട്ടികളോട് തദ്രീബാത്തുകളൊക്കെ ചോദിച്ച് എക്സാമിന് വേണ്ടി അവരെ തയ്യാറാക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. 1, 3, 4 തീയതികളിലാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. രാവിലെ തന്നെ നമ്മുടെ കുട്ടികളുടെ പരീക്ഷ ആരംഭിക്കുന്നതാണ്. സാധാരണ പോലെ തന്നെ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ പറഞ്ഞയക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. തൊട്ടടുത്ത ദിവസമുള്ള എക്സാം നടക്കുന്ന പുസ്തകങ്ങൾ കുട്ടികളുടെ കയ്യിൽ നിങ്ങൾ കൊടുത്തയക്കുകയും കുട്ടികൾ എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ രക്ഷിതാക്കളെ ഉണർത്തുകയാണ്.